ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ വറുത്തരച്ച് കറിയാണ്, അല്ല വഴുതനങ്ങ തീയൽ എന്ന് പറയും. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ വഴുതനങ്ങയാണ്. അതുപോലെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, കടുക്, ഒരു ടീസ്പൂൺ അളവിന് വാളംപുളി, അത് വെള്ളത്തിലിട്ടത്, ആവശ്യമുള്ള എണ്ണ, ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഇത്രയാണ്. അതുമായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിരണ്ടിയ തേങ്ങ, അതിനകത്ത് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, എടുത്ത് മാറ്റിക്കളണം. എന്നാൽ വെച്ചാൽ ഒരേ ലെവലിൽ അത് വറുത്ത് കിട്ടാൻ വേണ്ടി അത് ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി, ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളുടെ തേങ്ങയുടെ കളറ് ഒരുമാതിരി ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരണം. ലോ ഫ്ലെയിമിലേക്കാക്കി ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ടിത് ഒരു ഗോൾഡൻ ബ്രൗണിലാകുമ്പോഴത്തേക്ക് നമ്മളത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും, 1 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് വറുത്ത് വന്നു വെച്ചാൽ നമ്മുടെ ഫ്രൈ പാനിൻ്റെ ചൂടും അതിൻ്റെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ആ മുളക് പൊടി എല്ലാം കൂടെ മൂത്ത് കിട്ടും. അതിനുശേഷം അതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വീണ്ടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് അതുപോലെ 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അങ്ങ് അരഞ്ഞു വരും. ആ തേങ്ങയ്ക്കകത്ത് എണ്ണയൊക്കെ അതിനൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു തിക്കായിട്ട് അത് കിട്ടും. അതിലൊരു കാരണവശാലും വെള്ളം ചേർക്കരുത്. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ അളവിന് കടുകിട്ട് അത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് നെടുവെ കീറിയത് അതുകൂടി ഇട്ട് കൊടുക്കുക. നെടുവെ കീറിയ പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അല്പം വെളുത്തുള്ളിയുണ്ട്, ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മളുടെ ചുവന്നുള്ളി അതൊന്ന് കീറിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. കീറിയ ചുവന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടത് ഒന്ന് മൂപ്പിച്ചെടുക്കുക, വഴറ്റിയെടുക്കുക. വഴറ്റി ഒരു പകുതി മുക്കാൽ വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. വഴുതനങ്ങ ഇതുപോലെ ചെറിയ നീളത്തിൽ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി കീറി വെക്കുക. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ പല പ്രാവശ്യമായിട്ട് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അളവ് അവനവൻ്റെ താല്പര്യത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുള്ളൂ, ഒരുപാടായി പോകരുത്. അങ്ങനെ ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അത് ഇട്ട് കൊടുക്കുക. അതിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം, അത് ഉദ്ദേശം ഒരു ചെറിയ ഗ്ലാസ് വെള്ളമാണ്. അതിൽ നമ്മൾ ആ പുളിയും കൂടെ പിഴിഞ്ഞ ആ വെള്ളം അത് ഈ നമ്മളുടെ വഴുതനങ്ങ കൂട്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആകേണ്ട, വേകാനുള്ള വെള്ളം ഒരുമാതിരി വെന്തിട്ടുണ്ട്, കുറച്ചുകൂടെ വേകാനുണ്ട്, അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഇത് ഗ്രേവി ആയിട്ട് കിടക്കരുത്, ഒരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ നമ്മൾ ആ വെള്ളം കൂടെ ഒഴിച്ച് മീഡിയം ലെവലിലുള്ള ഫ്ലെയിമിൽ തന്നെ അതങ്ങ് വേവിച്ചെടുക്കുക. ഒരല്പം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിട്ട് കളയുക. അപ്പോഴത്തേക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം
നമ്മളുടെ അതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട്, പറ്റി ഒന്ന് കുറുകി വരുന്നുണ്ട്. ആ കുറുകി വരുന്ന ആ ഒരു സമയമാണ് ഇത് നമ്മളുടെ കറിയുടെ ഭാഗത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ വഴുതനങ്ങ തേങ്ങ വറുത്തരച്ച കറി അല്ലെങ്കിൽ വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചോറുണ്ണാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.